ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതിന് പിന്നാലെ ഇടതുമുന്നണിയോട് കൂടുതൽ അടുക്കുന്നു എന്ന സൂചന ശക്തമാക്കി NSS. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ വിമർശനങ്ങൾ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തള്ളി. കോൺഗ്രസിൽ നടക്കുന്നത് മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കമാണെന്നും ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. ഈ ആഗോള സംഗമം വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാമോ? ഞാൻ അതൊന്നും വിലയിരുത്തുന്നില്ല. ഇവിടെ കാര്യം നടക്കണമെന്നാ. ശരി. ഈ വരുന്നതും ആള് കൂടുന്നതും മാത്രം ആ ഒരർത്ഥവും. ആളുകളെ ആർക്കും വേണേലും കൂട്ടാം. പക്ഷെ കാര്യം നടത്തുന്നതിലാണ് അതിന്റെ. NSS നിലപാട് സ്വാഗതാർഹമെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. NSS അന്ധമായി ഒരിക്കലും സർക്കാരിനെ എതിർത്തിട്ടില്ല എന്നും VN വാസവൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDFനും BJPക്കും എതിരായി. അത് കൃത്യമായി ശരിയും അതോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഞങ്ങളെടുത്ത നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. സ്വാഗതാർഹമാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ ഏറെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. ഏറെ സന്തോഷകരമായ സമീപനമാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചത്. NSSന്റേത് വിഷയാധിഷ്ഠിത നിലപാടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. NSS അങ്ങനെ സർക്കാരിനെ നിലവിൽ എതിർത്തതായിട്ട് എനിക്കറിയില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് എതിർക്കും എന്നുള്ളത് എഴുതുന്നു. പക്ഷെ NSS ആശയങ്ങളും അഭിപ്രായങ്ങളും എത്രയോ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ. ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാകണം. ഞാൻ തന്നെ പറഞ്ഞത് സ്ത്രീ പ്രവേശനം പാടില്ല. ഇപ്പൊ ഗവൺമെന്റ് സ്ത്രീ പ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ളതിനോട് ഉറപ്പ് കൊടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. NSSന്റെ നിലപാട് മാറ്റത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ആശങ്ക. എന്നാൽ സമുദായ സംഘടനകളുടെ നിലപാടിനൊപ്പിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനാകില്ല എന്നാണ് പുതിയ നേതൃനിരയുടെ അഭിപ്രായം. എക്കാലവും മുന്നണിയെ പിന്തുണച്ച NSSനെ പിണക്കാനില്ല എന്നതാണ് പൊതുനിലപാട്. NSS ഒരിക്കലും കോൺഗ്രസിനെതിരായൊരു സ്റ്റാൻഡ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. NSS സമദൂരം പറഞ്ഞാലും പല കാര്യങ്ങളിലും UDFനെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ശ്രീ സുകുമാരൻ നായർ ഒരു പ്രത്യേകമായിട്ട് അദ്ദേഹത്തിനുള്ള താല്പര്യം എന്ന് പറയുന്നത്, അദ്ദേഹം എന്നും വർഗീയതയ്ക്കെതിരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ച ആളാണ്. ഭൂരിപക്ഷ സമുദായമായിട്ട് പോലും അതിനെ സ്വാധീനിക്കാൻ BJPക്ക് കഴിയാതിരുന്നത് അദ്ദേഹം എടുത്ത ഉറച്ച സ്റ്റാൻഡുകാരനാണ്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം തന്നെ അധികമായി സംസാരിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യും. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇത് ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആദ്യം ഇങ്ങനെ ഒരു നിലപാട് ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയത്. അതിനു പിന്നാലെ 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജി സുകുമാരൻ നായർ. തീർച്ചയായും UDFനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചൊക്കെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ത് എന്ന് നമുക്കൊക്കെ വ്യക്തവുമാണ്. ആ ഘട്ടത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിനില്ല എന്ന് പറയുമ്പോഴും അനുനയ നീക്കത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ടോ? NSSന് പ്രിയപ്പെട്ട മുതിർന്ന നേതാക്കളെ ഉപയോഗിച്ചൊരു അനുനയത്തിലേക്കൊക്കെ പാർട്ടി പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? NSS എക്കാലത്തും UDFന്റെ ഒരു വിശ്വസ്ത പിന്തുണക്കാരാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും കാണുന്നത്. അതുകൊണ്ട് തന്നെ NSSനെ പിണക്കുന്ന ഒരു സമീപനം ഒരിക്കലും കോൺഗ്രസിൻ്റെ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. NSSനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളായിരിക്കും നടത്തുക. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് UDFും കോൺഗ്രസും സ്വീകരിച്ച നിലപാട് എന്തുകൊണ്ടാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല, കോൺഗ്രസിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു നിലപാട് UDFും കോൺഗ്രസും എടുത്തത്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ആ നിലപാടെ സ്വീകരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാണ് മുന്നോട്ട് പോയത്. എങ്കിലും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി അടുത്ത NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇപ്പോൾ കൂടുതൽ സർക്കാരിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ അങ്കലാക്കിലാക്കിയിട്ടുണ്ട്. അത് അത്തരം ആശങ്ക അവർക്ക് ഉണ്ട്. എങ്കിൽ പോലും ഒരു പ്രതികരണങ്ങളോ മറ്റോ നടത്തി വിവാദം മൂർച്ഛിപ്പിക്കാൻ അവരില്ല. NSSനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഭാവിയിലും തുടരും. അഞ്ച് സൂചിപ്പിച്ച പോലെ NSSുമായി അടുപ്പമുള്ള നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് നീങ്ങും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അനുജ, ശരി, ഒരു പരസ്യ പ്രതികരണം വേണ്ട, പക്ഷേ അനുനയത്തിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ശ്രീജിത്ത് നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.